ക്ലാസ്സുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ പാഠഭാഗമാണ് കാനനോത്സവം. അതിലെ കൊച്ചു സംഭവങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കാണിക്കുന്നത്. എല്ലാവരും കണ്ടാസ്വദിക്കുമല്ലോ. വയറ് നിറഞ്ഞു, ഇനി പോകാം. ഇവിടെ എന്താ ഇത്ര ആൾക്കൂട്ടം? എന്തോ പരിപാടി നടക്കുന്നല്ലോ. എന്താണെന്ന് കുറച്ചു സമയം നോക്കാം. നമസ്കാരം. സ്കൂൾ കലാമത്സരം ഇവിടെ ആരംഭിക്കുകയായി. എല്ലാവരും നിശബ്ദ പാലിക്കുക. ആട്ടവും പാട്ടും അഭിനയവുമായി നമുക്ക് മത്സരം തുടങ്ങാം. ആദ്യമായി പാട്ട്. ഇത് പാട്ടാണല്ലോ. എന്ത് രസമാ ഈ ഡാൻസ് കാണാൻ. മിമിക്രി. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പട്ടിയുടെ സൗണ്ട്. ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് കാക്കയുടെ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന പട്ടി കുരക്കുന്ന സൗണ്ടാണ് ബൗ ബൗ. പൂച്ച കാണിക്കാൻ പോകുന്ന പൂച്ച കരയുന്ന സൗണ്ടാണ് ഞാൻ. ഉത്തതായ ഒപ്പന. ഗംഭീരം തന്നെ. അടുത്തത് തിരുവാതിര. മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. കാനനസഭ തുടങ്ങാനായിട്ടുണ്ടാവും. ആരംഭിക്കുകയാണ്. എല്ലാവരും കറുകപ്പുൽ മൈതാനത്തിൽ നിശബ്ദരായി ഇരിക്കേണ്ടതാണ്. നമ്മുടെ സ്വന്തം മഹാരാജനായ
ഗജരാജൻ നമുക്ക് പ്രതിജ്ഞ ചൊല്ലിത്തരും. കാട് ഒരു വനമാണ്. നമ്മുടെ സ്വന്തം വാസസ്ഥലം കൂടിയാണിത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്ഥലം കാത്തു സൂക്ഷിക്കും. എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കും. അടുത്തതായി പത്രവാർത്ത. കാട്ടിലെ വാർത്തകൾ വായിക്കുന്നത് സിനിമാൻ. കഴിഞ്ഞ ദിവസം നടന്ന കായികോത്സവത്തിൽ ഓട്ടക്കാരനായ മുയൽ ജേതാവായി. കുറുക്കന്റെ കല്യാണം വാർമുകൾ കൂട്ടം. കുയിലിന്റെ പാട്ട് വൈറലായി. മറ്റുള്ള കാടുകളിൽ നിന്ന് കുയിലിനെ കാണാൻ ആരാധകർ വന്നു. കാനനസഭ തുടങ്ങാൻ സമയമായിട്ടുണ്ടോ? ഓ, തുടങ്ങിയല്ലോ. കുഞ്ഞിരിപ്രാവ്, കുറച്ച് നേരത്തെ വരണമായിരുന്നു. ഇനി നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമാണ്. ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? എനിക്കുണ്ട് മഹാരാജൻ. നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? ശരിയാ, അതൊക്കെയല്ലേ പൊല്ലാപ്പാണ് മഹാരാജൻ. വേണ്ട, അതൊന്നും വേണ്ട. ഇവരിങ്ങനെ ഓരോന്ന് കൊണ്ടുവരും. മനുഷ്യന്മാരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. സൈലൻസ്. എല്ലാ കുഞ്ഞിരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ. കൊയ്ത്തു കഴിഞ്ഞ പാടത്തിലെ നെന്മണികൾ കൊത്തിപ്പെറുക്കി കഴിഞ്ഞ് വരുമ്പോഴാണ് കാടരികെ LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് അനൗൺസ്മെന്റ് കേട്ടത്. അവിടെ കലോത്സവം നടക്കുകയായിരുന്നു. അവിടെ മനോഹരമായ മത്സരങ്ങളായിരുന്നു നടന്നത്. അതുപോലെ നമുക്കും കാട്ടിൽ കലോത്സവം നടത്തണം. നമ്മുടെ കാട്ടിൽ എല്ലാവരും കലാവാസനയുള്ളവരാണ്. നമ്മൾ എല്ലാവരും ചേർന്നുള്ള കലോത്സവം വേണം മഹാരാജൻ. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കാട്ടുകായിക ഉത്സവം പോലെ ഇത് നമുക്ക് നടത്താവുന്നതാണ് മഹാരാജൻ. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? എന്നാണ് കാനനോത്സവം നടത്തേണ്ടത്? എന്തിനാണ് കഴിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിൽ ആവട്ടെ. കുഞ്ഞിക്കുരുവി കലാമേള അധ്യക്ഷ വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. ആർക്കും മത്സരിക്കാൻ അത്ര പരിധിയില്ല. പങ്കെടുക്കുന്നവരിനകത്ത് സാധാരണ സഭയിൽ പേരു തരണം. ഇന്ന് കാനന സഭ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി കാനനോത്സവത്തിൽ കാണാം. തിരിക്കേണ്ടതാണ്. നൃത്ത മത്സരത്തിന് പങ്കെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിന് പുറകു വശത്തേക്ക് വരേണ്ടതാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ആദ്യമായി നൃത്ത മത്സരം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് തീവണ്ടിയുടെ ശബ്ദമാണ്. ചുക്കു 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 ചുക്കു. ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് കുറുക്കന്റെ ശബ്ദമാണ്. ഊ ഊ
കാണാം. ആദ്യമായി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് കുറുക്കന്റെ ശബ്ദമാണ്. കൂ കൂ. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് കാക്കയുടെ സൗണ്ടാണ്. കാ 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 കാ. ഇതിന്റെ നേതൃത്വത്തിൽ പാട്ട്. കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പുകുലു. അടുത്തതായി ഡിസ്കോ. Fashion show. വളരെ ഗംഭീരമായി നടന്നു. ഇന്ന് നടന്ന കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് കുഞ്ഞേരിപ്രാവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. കാനനോത്സവം ഇതോടുകൂടി സമാപിച്ചിരിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഒരു സന്തോഷ വാർത്ത കൂടി ഞാൻ അറിയിക്കുന്നു. എല്ലാ വർഷവും ഇതുപോലെ കാനനോത്സവം നടത്തുന്നതായിരിക്കും.